നമസ്കാരം. KLIBF-ൻ്റെ ഈ വേദിയിൽ ഇന്ന് നടക്കുന്നത് ഒരു പുസ്തക ചർച്ചയാണ്. അത് ഡോക്ടർ ദേവേന്ദ്രകുമാർ ധോരാവത്ത്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ഗവർണർ, അദ്ദേഹം എഴുതിയ മാ മദർ എന്ന ഒരു കവിതാ സമാഹാരത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പല സ്ഥലത്തും പല ചർച്ചകൾ നടക്കുന്നുണ്ട്. മിക്കതും മലയാളം പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ആയിരിക്കും. ഹിന്ദിയിലുള്ള ഒരു പുസ്തകത്തിൻ്റെ ചർച്ച ഒരുപക്ഷെ അത്ര സാധാരണമല്ല. അതുകൊണ്ട് തന്നെ ഒരു അല്പം അസാധാരണമായ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത് നമുക്ക് പറയാം. പിന്നെ ഈ ചർച്ചയെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ശ്രീ K. ജയകുമാർ സാറാണ്. ഒരുപാട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ചില കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രമുഖ കവിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിൻ്റെ പ്രാർത്ഥനയും മണ്ണിൻ്റെ ആശംസയും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള അനുഗ്രഹീതനായ ഒരു കവിയാണ്. കവി എന്നതിലുപരി പ്രഭാഷകനാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും സുന്ദരമായ മലയാളം കേൾക്കണമെങ്കിൽ അദ്ദേഹത്തെ കേട്ടാൽ മതി. ഒരു കാലത്ത് ONV സാറൊക്കെ ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കാര്യമായി കേൾക്കുമായിരുന്നു. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ആര് എന്നൊരു ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം ജയകുമാർ സാർ എന്നാണ്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്രയും വലിയ എഴുത്തുകാരനാണ്, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ്. ഇതൊക്കെ ആയിട്ടും സാധാരണ എഴുത്തുകാർ ചെന്ന് എനിക്കൊരു അവതാരിക എഴുത്തരാമോ എന്ന് ചോദിച്ചാൽ നോ പറയുന്ന പരിപാടിയില്ല. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് കണ്ടിട്ട് ചില പുസ്തകങ്ങൾ ഒന്ന് രണ്ട് പേര് ഇതുപോലെ ചെന്ന് പരിചയമൊന്നുമില്ല, സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു അവതാരിക എഴുത്തരാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവതാരിക എഴുതി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നമ്മളാരും കാണാത്ത ഏതെങ്കിലും ഒരു പോസിറ്റീവായ ഒരു ഗുണാത്മകമായ ഒരംശം കണ്ടെടുത്തിട്ട് അതിനെ ശ്ലാഘിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇത്രയേറെ പ്രോത്സാഹനം ഇക്കാലത്ത് ആളുകൾക്ക് നൽകുന്ന എഴുത്തുകാരുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഇവിടെ ഈ കവിതാ സമാഹാരം ഡോക്ടർ ദേവേന്ദ്രകുമാർ ധോരാവത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയുന്ന കണക്കുള്ളൊരു കാര്യമാണ്. എത്ര കവിത എഴുതിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് എഴുതിയിട്ടുണ്ടെന്നാണ്. കാരണം ഒരു ദിവസം അദ്ദേഹം ഒരു 4-5 കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കും. ഒടുവിൽ ഇത്ര എണ്ണം, ഈ ബാഹുല്യത്തിൽ നിന്ന് ഒരു 100 എണ്ണം തിരഞ്ഞെടുക്കാനുള്ള പാട് അത് നേരിട്ട് കണ്ടറിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. അവസാനം 84 കവിതകൾ എടുത്തിട്ട് അതിനെ ഒരു സമാഹാരമാക്കി കൊണ്ടുവന്നാണ്. നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ അമ്മ കവിതകൾക്ക് പ്രത്യേകിച്ചൊരു ക്ഷാമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ചുള്ള കവിതകൾ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായും എവിടെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇംഗ്ലീഷിലൊരു കവിത വായിച്ചിട്ടുണ്ട്, നിസിം എസെക്കിയലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. അത് ഒരമ്മയെ തേള് കുത്തുന്നതാണ് അതിനകത്ത് അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഐ റിമെമ്പർ ദ നൈറ്റ് വെൻ മൈ മദർ വാസ് ടങ് ബൈ എ സ്കോർപ്പിയൻ എന്നാണ് തുടങ്ങുന്നു. തേള് കുത്തിയപ്പോൾ തേളങ്ങോട്ട് പോയി. ചിലരുടെ വിശ്വാസം തേളിനെ കണ്ടെത്തി കൊന്നാൽ ഈ വിഷം വേദനയും കുറയുമെന്നാണ്. തേളിനെ കണ്ടു കിട്ടാനില്ല. 1-2 മണിക്കൂർ തേളിന് വേണ്ടി അന്വേഷിച്ച് കണ്ടു കിട്ടാതിരുന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായി ആ വേദന അങ്ങ് മാറി. അപ്പോൾ ആ വേദന ശമിച്ച ശേഷം അമ്മ ആദ്യമായി പറഞ്ഞ വരിയുണ്ട്, അത് വെച്ചാണ് ആ കവിത അവസാനിക്കുന്നത്. മദർ ഓൺലി സെഡ്, താങ്ക് ഗോഡ് ദ സ്കോർപ്പിയൻ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. അമ്മ പറഞ്ഞ് ഇത്ര മാത്രം, എന്നെ ദൈവത്തിന് നന്ദി, എന്നെയാണല്ലോ കുത്തിയത്, മക്കളെ വെറുതെ വിട്ടല്ലോ എന്നാണ്. ഇത് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുള്ള നിസിം എസെക്കിയൽ എന്ന കവിയെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെക്കുറിച്ച് മോശമായി എഴുതുന്ന ഒരാളെന്നൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സകല പാപഭാരവും കഴുകിക്കളയുന്ന ഒറ്റ വരിയാണത്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ വെച്ച് വയലാറിനെ കുറിച്ച് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. കാരണം വയലാറിനെ കുറിച്ച് ഇന്ന് കേരളത്തിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പറയാൻ അറിയുന്ന ഒരാളാണ് അദ്ദേഹം. വയലാറിൻ്റെ തന്നെ ഒരു സിനിമാ പാട്ടുണ്ട് പഴയ, അമ്മയുടെ മുന്നിൽ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമായിരുന്നു. അതിനകത്തൊരു വരിയുണ്ട്, അമ്മയുടെ ശൈശവ സ്വർഗങ്ങളിൽ നമ്മൾ കളിമൺ പാവകളായിരുന്നു. ഇത് കാരണം ഈ മാതൃത്വം എന്ന് പറയുന്നത് സ്ത്രീക്ക്, പെൺകുട്ടികൾക്ക് സ്വാഭാവികമായി വരുന്ന ഒരു ഭാവമാണ്. അത് എന്തുകൊണ്ട് ഈ ഒരു വരി എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ, ഇതിൻ്റെ പ്രകാശനം നടക്കുന്ന ദിവസം, ആദ്യമായി ഇതിൻ്റെ പ്രകാശനം രാജ്ഭവനിൽ നടക്കുമ്പോൾ എനിക്കിതങ്ങനെ മറക്കാനൊക്കുന്നൊരു ദിവസമല്ല. കാരണം അന്ന് എൻ്റെ മകൾ ലേബർ റൂമിൽ ആയിരുന്നു. ഞാനവിടെ പ്രസംഗിക്കേണ്ടായിരുന്നു. പക്ഷേ അന്ന് മകളെ പ്രസവത്തിനായി
അത് കഴിഞ്ഞിട്ട് ഈ പ്രസവം കഴിഞ്ഞ് എത്തിയ മകൾ പിന്നെ അന്വേഷിക്കുന്നത് അവളുടെ കുഞ്ഞിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കും എത്ര സ്വാഭാവികമായി, എത്ര ലഘുവായി, ലളിതമായി അമ്മയായിട്ട് മാറുന്നു ഒരു പെൺകുട്ടി എന്നുള്ളത്. അത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ ശരിക്കും അത്തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങൾ, അമ്മയോടുള്ള ഒരു മകൻ്റെ തീരാത്ത കടപ്പാട്, ഇതൊക്കെ ചേർന്ന ഒരു കവിതാ സമാഹാരമാണ് ഇത്. നമുക്ക് പൊതുവിൽ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയാറുണ്ട്. അച്ഛൻ എന്ന് വെച്ചാൽ 10 ആചാര്യന്മാർക്ക് തുല്യമാണ് ഒരു അച്ഛൻ എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. 10 അച്ഛന്മാർക്ക് തുല്യമാണ് അമ്മ. അതുകൊണ്ടാണ് നാസ്തി മാതൃസമോ ഗുരു എന്ന് പറയുന്നത്. അമ്മയെപ്പോലൊരു ഗുരു ഇല്ല. ആദ്യ ഗുരു എല്ലാവരുടേതും അമ്മ തന്നെയാണെന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം ഒരുപാട് ചിന്തകൾ, ഇത്തരം 84 വ്യത്യസ്ത ചിന്തകൾ ഈ കവിതാ സമാഹാരത്തിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ നമ്മുടെ കവി തന്നെ പറയും. അതിനുശേഷം ജയകുമാർ സാറിൻ്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. ആദ്യം സംസാരിക്കാനായി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദോതാവ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് ടു ആൾ. ബഹുമാനപ്പെട്ട ജയകുമാർ സർ, ഇവിടെ എത്തിയ എൻ്റെ സീനിയർ സുഹൃത്തുക്കൾ, എൻ്റെ കലീഗ്സ്, ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് എല്ലാ ആൾക്കും ഇവിടെ യു ഹാവ് ഫൈൻഡ് ഔട്ട് സം വാല്യുബിൾ ടൈം ഫ്രോം യുവർ ബിസി ഷെഡ്യൂൾ ആണ് ഇവിടെ എത്തിൻ്റെ വേണ്ടി ഞാൻ എല്ലാ ആൾക്കും നന്ദി പറയുന്നു. ഈ പുസ്തകം അത് മിസ്റ്റർ പ്രിൻസ് പറഞ്ഞ പോലെ ഇതെൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ സ്കൂൾ കാലത്തെ അല്ലെങ്കിൽ ചെറിയ കാലത്ത് തന്നെ ഒരു കുറച്ച് എഴുത്താറായിരുന്നു. പിന്നെ സ്കൂൾ കോളേജിൻ്റെ മാഗസിനിൽ, ഈ വാൾ മാഗസിനിൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, എങ്ങനെ ചെയ്യാറായിരുന്നു. ഒരു ഈ കുറേ ഞാൻ എങ്ങനെയൊക്കെ എഴുതിയ സംഗതിയിൽ നിന്ന് മദർ ടോപ്പിക്കിലാണ് കുറച്ച് ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേണ്ടി ഞാൻ in addition to my efforts, ഞാൻ ജയകുമാർ സാറും നമ്മുടെ ട്രിവാൻഡ്രം MP ശ്രീ ശശി തരൂർ സാർ who has written a message for this book, then നമ്മുടെ പരിയ ഗവർണർ സർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാറും അദ്ദേഹം എൻ്റെ പുസ്തകത്തിൻ്റെ ഫോർവേഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് he was kind enough to hand over the first copy of this book to ശ്രീ ജയകുമാർ സർ. ജയകുമാർ സാറിൻ്റെ മായിട്ട് എൻ്റെ വളരെ പരിയ ഒരു സർവീസുള്ള ഒരു പരിചയമാണ്. ദെൻ ഹി ഹാസ് ബീൻ മെൻറ്റർ ടു മീ. സോ സാറിൻ്റെ വീണ്ടും നന്ദി. ആൻഡ് ഈ വേദിയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനമ്മക്കും എൻ്റെ റെസ്പെക്ട്സ് പേ ചെയ്യുന്നു. ആൻഡ് വീണ്ടും നിങ്ങൾ ഇവിടെ എല്ലാ ഐ വിൽ നോട്ട് കം ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ജയകുമാർ സർ. ആൻഡ് നിങ്ങളിവിടെ എത്തിയ ആൾക്കാർക്ക് എൻ്റെ ഹാർദവമായി നന്ദി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Now let us hear from Jayakumar sir on these lines or words which I have tried or attempted. ഞാൻ സാർക്ക് വിനീതപൂർവകം ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കഥാനായകൻ ശ്രീ ദേവേന്ദ്രകുമാർ ധോതാവത്ത് സ്വാഗതം പറഞ്ഞ് അദ്ദേഹത്തിന് പൂർത്തിയായില്ല. ശ്രീ പ്രിൻസ്, അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാലും അത് ഞങ്ങൾ മനസ്സിലാക്കി, പറഞ്ഞു തീർന്നില്ല. അങ്ങനെ അപൂർണമായി സ്വാഗതം പറഞ്ഞ് പൂർത്തിയാക്കിയ ശ്രീ പ്രിൻസ്, നമ്മുടെ മുമ്പിലുള്ള സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കവിത ആസ്വാദകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ പുസ്തകം ധോതാവത്തിന് കവിതയുടെ അസ്കിത ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ദിവസവും 4-5 കവിത എഴുതുന്ന അപകടകാരിയാണെന്നുള്ളത് ഒരു പുതിയ അറിവാണ്. വല്ലപ്പോഴും കവിത എഴുതുന്ന ആൾ തന്നെ അപകടകാരിയായിരിക്കെ ഒരു ദിവസം 4-5 കവിത എഴുതുന്ന ആളിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? എന്തുകൊണ്ടാണ് ഒരാൾ കവിയാവുന്നതെന്ന് ചോദിച്ചാൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഹിം. ഞാൻ എല്ലാം നോർമലായിട്ടുള്ള ഒരാളിന് കവിത എഴുതാൻ സാധിക്കില്ല. ഹി ലിവ്സ് എ കംഫർട്ടബിൾ ലൈഫ്.
ഇയാൾക്ക് കവിത എഴുതണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എന്തോ ഒരു അപൂർണത കാണുന്നത് കൊണ്ട് ആ അപൂർണതയെ അതിജീവിക്കണമെങ്കിൽ ഐ ഹാവ് ടു എക്സ്പ്രസ് സംതിങ് ഇൻ എ കുറച്ച് കൺവല്യൂട്ടഡ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയാതെ എന്തോ പറഞ്ഞെങ്കിലും എനിക്ക് സമാധാനമുള്ളതെന്ന് തോന്നുമ്പോഴാണ് ഒരാൾ കവിയാവുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഐ എ റിച്ചാർഡ്സ് എന്ന് പറയുന്ന നിരൂപകനാണ് പറഞ്ഞത്, എന്താണ് പോയട്രി ഈസ് സ്യൂഡോ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. ഇപ്പോൾ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുമ്പോൾ പണ്ടേ ഓർത്ത് വയ്ക്കുന്ന ഒരു ഡയലോഗ് സെൻറ്റൻസാണ് ഐ എ റിച്ചാർഡ്സിൻ്റെ സെൻറ്റൻസ്, പോയട്രി ഈസ് എന്താണ് സ്യൂഡോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കവി ഉണ്ടല്ലോ എമിലി ഡിക്കിൻസൺ, കൊച്ചു കൊച്ചു കവിതകളാണെങ്കിലും തീക്ഷ്ണമായിട്ടുള്ള കവിതകൾ എഴുതിയ എമിലി ഡിക്കിൻസൺ. അവർ മരിച്ചിട്ടാണ് അവരുടെ കവിതകളൊക്കെ പുറത്ത് വന്നത്, കാരണം എല്ലാം തട്ടുംപുറത്ത് വളരെ സുരക്ഷിതമായിട്ട് വെച്ച കവിയാണ്. ബട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയിറ്റ്സ്, അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ടെൽ ദ ട്രൂത്ത് ബട്ട് ടെൽ ഇറ്റ് സ്ലാൻഡ് എന്നാണ്. സത്യം പറയണം, പക്ഷേ നേരെ പറയരുത്, ഇത്തിരി വളച്ച് പറയണം എന്ന് പറഞ്ഞു. ടെൽ ദ ട്രൂത്ത് ബട്ട് ടെൽ ഇറ്റ് സ്ലാൻഡ്, അതാണ് പോയട്രിയുടെ ഡെഫിനേഷൻ. എന്ന് പറയുന്നത് പോലെ നേരെ ചൊവ്വേ പറഞ്ഞാൽ കവിതയാവില്ല, അത് ചമൽക്കാരത്തോടു കൂടി പറയേണ്ട കാര്യം വേറെ തരത്തിൽ പൊതിഞ്ഞ് നമ്മളുടെ അടുത്ത് എത്തുമ്പോഴാണ് കവിതയാകുന്നത്. ഗദ്യം പോലെ ഇരിക്കുമായിരിക്കും, പക്ഷേ അതല്ല. ധോതാപത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ കുറവാണ്, കാരണം കുറച്ചു കാലമായിട്ട് രാജ്ഭവനുള്ളിലാണ്. ജീവിതാനുഭവങ്ങൾ വേണമെങ്കിൽ വെളിയിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കണം. തിരുവനന്തപുരത്ത് അങ്ങനെ നടന്നാൽ ബുദ്ധിമുട്ടായി പോകും, കാരണം മിക്കവാറും പോലീസുകാർ പിടിച്ച് തിരിച്ചു കൊണ്ടുപോകും, ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ കുറവായതുകൊണ്ടായിരിക്കണം അദ്ദേഹം തന്നെ ഓർമ്മയിൽ മുഴുകി അമ്മയോടുള്ള തൻ്റെ വളരെ നിഷ്കപടമായിട്ടുള്ള വികാരങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ച് ഒരു പുസ്തകം, ഒൺലി ഓൺ ദ തീം മദർ, അമ്മ എന്ന് പറയുന്ന ഒരൊറ്റ പ്രമേയത്തെപ്പറ്റി മാത്രം ഇത്രയും കവിതകൾ എഴുതാൻ ഒരാളിന് സാധിക്കണമെങ്കിൽ അത് ധോതാവത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ, നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വത്വബോധത്തെ, അദ്ദേഹത്തിൻ്റെ ബീയിങ്ങിനെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ, അദ്ദേഹത്തിൻ്റെ വാഴ്വിനെ ഒക്കെ തന്നെ ഈ അമ്മ എന്ന് പറയുന്ന സ്മൃതി, അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ, അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരവായ്പ്, അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി അദ്ദേഹം താലോലിക്കുന്നത് കൊണ്ടാണ് അമ്മയെപ്പറ്റി ഇത്രയേറെ കവിതകൾ. നമുക്കൊക്കെ എഴുതാം, ഒന്നോ രണ്ടോ കവിതയൊക്കെ എഴുതാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും അമ്മ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് ഇത്രയും മതി, നമ്മൾ അമ്മയുടെ പണക്കം കാണിക്കും. 84 കവിത അമ്മയെപ്പറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഉള്ളി ധോതാവത്ത് ക്യാൻ റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കവിത എഴുതി കഴിഞ്ഞിട്ടും അമ്മയോട് ഇനിയും എന്തോ എനിക്ക് പറയാനുണ്ട്, അമ്മയുടെ ഓർമ്മയിൽ ഇനിയും എനിക്ക് അഭിരമിക്കാനുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ അമ്മ എന്ന് പറയുന്ന സങ്കല്പം ഈ കവിയുടെ ഹൃദയത്തിൽ മുദ്രിതമായിരിക്കുകയാണ്. ഇത്രയും കവിതകൾ എഴുതണമെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ സങ്കല്പം അതില്ലായിരുന്നെങ്കിൽ ഞാനില്ല എന്ന് തോന്നുന്ന തരത്തിൽ തൻ്റെ വാഴ്വിൽ അത്രത്തോളം അമ്മ ബിംബം പ്രതിഷ്ഠിതമായെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കൂ. അതാണ് ഞാൻ പറയുന്നത്, നമുക്കൊക്കെ 2-3 കവിതയൊക്കെ അമ്മയെപ്പറ്റി എഴുതാം, പക്ഷേ 84 കവിത എഴുതണമെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന ബിംബം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാണ് എന്നുള്ളതാണ്. ഇവിടെ പ്രിൻസ് യാദൃച്ഛികമായിട്ടാണെങ്കിലും വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞു. വയലാറിൻ്റെ വ്യക്തി ജീവിതത്തിലും അമ്മയുമായി അഗാധമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ജീവിച്ചിരിക്കുമ്പം തന്നെ അങ്ങനെ വീട്ടിൽ വരാറില്ല. അമ്മയാണ് മകനെ വളർത്തിയത്. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചിട്ട് അമ്മാവൻ്റെ മേൽനോട്ടത്തിൽ പിന്നെ മകനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മ, മകന് ചില അപകർഷബോധങ്ങളുണ്ട്. അമ്മയാണ് തൻ്റെ സർവസ്വം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് പിന്നെ വയലാർ രാമവർമ്മ വളരുന്നത്. അദ്ദേഹം മദ്രാസിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ വിജയകരമായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കത്തെഴുതുന്നതിൻ്റെ മേൽവിലാസം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വയലാറിൻ്റെ അമ്മ വയലാർ PO ചേർത്തല, വേറൊന്നും വേണ്ട. അങ്ങനെ ഒരു സൗഭാഗ്യം പണ്ട് ബെർണാഡ് ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. ജോർജ് ബെർണാഡ് ഷോ GBS ലണ്ടൻ എന്ന് എഴുതിയാൽ കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ വയലാറിൻ്റെ അമ്മ വയലാർ ചേർത്തല എന്ന് പറഞ്ഞാൽ വീട്ടിൽ സാധനം കിട്ടും. എല്ലാവർക്കും അറിയാം അമ്മയുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് വയലാർ ഈ പിന്നെ ചായം എന്നുള്ള സിനിമയിൽ മറ്റാണെന്ന് തോന്നുന്നു ഈ അമ്മയെ പറ്റിയുള്ളൊരു പാട്ട് വയലാറിന് ഇനിയും എഴുതാൻ സാധിക്കും. പക്ഷേ ഈ പാട്ടിനകത്ത് ഈ വരി തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ ഞങ്ങൾ മൺപാവകളായിരുന്നു എന്നുള്ളത്. അമ്മ
കുഞ്ഞായിരിക്കുന്ന സമയത്ത് കഞ്ഞിയും കറിയും വയ്ക്കുകയും മൺപാവ എൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞ് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പിന്നെ ഞങ്ങളുടെ അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിലെ മൺപാവയാണ് ഞാൻ. ഇന്ന് ഞാൻ അമ്മയുടെ മകനാണെങ്കിൽ അമ്മയുടെ സ്വപ്നങ്ങളിൽ അമ്മ ആദ്യം കണ്ട ആദ്യ രൂപമായിട്ട് കണ്ട മകൻ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ആ വാത്സല്യത്തിൻ്റെ പിന്നെ പാല് ചുരത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര്, ദൈവമാര് എന്ന് പറയുമ്പോൾ ഈ ദൈവം നമ്മൾ ദൈവം ഉണ്ടാക്കിയെങ്കിൽ ദൈവത്തിനൊരു അമ്മയുണ്ടല്ലോ എന്നൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. മാതൃത്വം എന്ന് പറയുന്ന സങ്കല്പമാണ്. ബട്ട് ഫോർ വിച്ച് വി ഡു നോട്ട് എക്സിസ്റ്റ്. ഏതൊന്നില്ലെങ്കിൽ നമ്മളില്ലയോ അതാണ് അമ്മ. തോതാവത്തിൻ്റെ കവിതയിൽ 2 തലങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഒന്ന്, അമ്മ തൻ്റെ ഫിസിക്കൽ മദർ, അമ്മയെ വളരെ വാത്സല്യത്തോടു കൂടി ഓർക്കുക മാത്രമല്ല, 2 തലങ്ങളുണ്ട്. 2ാമത്തെ തലത്തിലേക്ക് ഞാൻ വരാം. ഈ ആദ്യത്തെ തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് അമ്മയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ മാത്രമല്ല, അതുണ്ട്. അമ്മയുടെ ത്യാഗത്തെപ്പറ്റിയുള്ള സ്മരണകൾ മാത്രമല്ല. ഈ കവിതകളിലൂടെ 84 കവിതകളിലൂടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു കുടുംബത്തിൻ്റെ വളർച്ച മാത്രമല്ല, പിരിയലുകൾ, സ്പ്ലിൻറ്ററിങ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എങ്ങനെയാണോ കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു കാലത്ത് അമ്മയും അച്ഛനും കൊച്ചുമക്കളുമായിട്ടൊരു വീട്ടിൽ താമസിച്ചിരുന്നത്, നമ്മൾ എങ്ങനെയാണോ വളർന്ന് പിന്നീട് അമ്മയിൽ നമ്മളിത്തിരി അകന്നു പോയി, കുടുംബം വേണമെങ്കിൽ ഭാഗം വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിൽ പോയി താമസിക്കും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭാര്യയാകുന്നു, മക്കളാകുന്നു, പിന്നെ നമ്മുടെ ഭാര്യ തന്നെ അമ്മയാകുന്നു ഒക്കെ. അപ്പോൾ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അമ്മ ഒരു കാലത്ത് ഓക്യുപ്പൈ ചെയ്തിരുന്ന നമ്മുടെ ഹൃദയ ഭൂപടത്തിൽ അമ്മ കൈയടക്കിയിരുന്ന ആ സ്ഥാനം കുറച്ച് കുറയുകയും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഒക്കെ അവിടെ പ്രവേശിക്കുകയും ചെയ്ത് അമ്മയെ ചെറുതായിട്ട് നമ്മൾ പാർശ്വവൽക്കരിക്കും, എല്ലാവരും ചെയ്യും. പക്ഷേ അതിനെപ്പറ്റി നമ്മളാരും ബോധവാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസ്കിത ഉണ്ടെങ്കിലേ കവിയാവുള്ളൂ. പക്ഷേ ദോതാവത്തിന് അത് ഓർമ്മയുണ്ട്. അമ്മ ഒരു കാലത്ത് എൻ്റെ ഭൂപടം നിറഞ്ഞു നിന്ന അമ്മയാണല്ലോ. ഇന്ന് എൻ്റെ ഭൂപടത്തിൽ അമ്മ അത്രത്തോളം ഉണ്ടോ? ഒരു കാലത്ത് ഉള്ള ഒരു ഇൻറ്റിമസി, ഒരു നല്ല കവിത ഞാനിവിടെ വായിച്ചത്, പിന്നെ 14ാമത്തെ കവിതയാണ്. ഹാവിങ് ഗ്രോൺ അപ്പ് ദ ചൈൽഡ് നോ ലോങ്കർ ഈറ്റ്സ് വാട്ട് മദർ ഹാസ് ബിറ്റൻ. വളർന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അമ്മ കടിച്ച ഭക്ഷണം കഴിക്കില്ല. എന്നാൽ but the thought never crosses mother's mind to throw away a biscuit her kid has bitten. കുഞ്ഞ് കടിച്ചു എന്നുള്ളത് കൊണ്ടൊരു ബിസ്ക്കറ്റ് അമ്മ കളയുന്നില്ല. എന്നാൽ വളർന്ന മകനാവട്ടെ അമ്മ കടിച്ച ഒരു വസ്തു പിന്നെ ഭക്ഷിക്കുകയുമില്ല. വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള അതിലോലമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അമ്മ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇപ്പോഴും വേണമെങ്കിൽ കഴിക്കും. നമ്മൾ കടിച്ചു വെച്ച ബിസ്ക്കറ്റും കഴിക്കുമായിരിക്കും, സാൻഡ്വിച്ചും കഴിക്കുമായിരിക്കും. പക്ഷേ അമ്മ കടിച്ചു വെച്ചത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യു ഹാവ് ബിക്കം അഡൾട്ട്. നമ്മുടെ ഒരു അന്യവൽക്കരണം ഏറെക്കുറെ പൂർണ്ണമായി. ഈ അന്യവൽക്കരണം സ്വാഭാവികമാണ്, അതിന് തെറ്റൊന്നുമില്ല. നമ്മൾ 5 വയസ്സുള്ള കുട്ടിയെപ്പോലെ അമ്മയുടെ അടുത്ത് ഇപ്പോഴും നമുക്ക് ഇടപെടാൻ സാധിക്കുകയില്ല. ബന്ധങ്ങളിൽ മാറ്റമുണ്ടാവും. അതുകൊണ്ട് ബന്ധത്തിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റമുണ്ടായെന്നല്ല, അതിൻ്റെ ഫിസിക്കാലിറ്റിയിലൊക്കെ മാറ്റമുണ്ടാവും. ഇത് വളരെ സൂക്ഷ്മമായിട്ട് പിന്നെ തോതാവത്ത് നിരീക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബന്ധങ്ങളിലുണ്ടാവുന്ന ഛിദ്രതകളോ. അടുത്ത ഈ 17ാമത്തതിന് പറയുന്നുണ്ട്, ബീയിങ് ചിൽഡ്രൻ വാസ് ഹാപ്പിയർ. ഈ കാലഘട്ടം വരുത്തുന്ന മാറ്റങ്ങളെ മാറി നിന്ന് നോക്കുമ്പോൾ കവി പറയുകയാണ്, ബീയിങ് ചിൽഡ്രൻ വാസ് ഹാപ്പിയർ. ഇപ്പോൾ ചൈൽഡ് അല്ല കേട്ടോ. വൈ ഡിഡ് ബ്രദേഴ്സ് ഗ്രോ അപ്പ്. നല്ല കാലത്തെ പറ്റിയാണ്, ഗൃഹാതുരതയാണ് യഥാർത്ഥത്തിലുള്ള ഗൃഹാതുരത. നമ്മൾ ഒന്നിച്ച് ജീവിച്ച വീടിൻ്റെ നിഴലും വെളിച്ചവും മണവും ഇരുളും ഒക്കെ ഉണ്ടല്ലോ, ഈർപ്പവും സൂര്യപ്രകാശം കടന്നു വരുന്ന ചെറിയ ജാലകങ്ങളും എല്ലാം അടങ്ങുന്ന നമ്മുടെ പഴയ വീടുകൾ എന്തിനു നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്ന കവിയുടെ ഒരു ഗൃഹാതുരത. അതിനകത്ത് അമ്മയുടെ ബിംബം അത്രമാത്രം പതിഞ്ഞു കിടക്കുകയാണ്. അമ്മയാണ് അന്ന് അവിടുത്തെ സർവാധിപതി, അച്ഛനല്ല. പല വീടുകളും ഭരണം അമ്മയുടെ കയ്യിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീട് ചോദിക്കുകയാണ് ഈ കവി, ബീയിങ് ചിൽഡ്രൻ വാസ് ഹാപ്പിയർ, വൈ ഡിഡ് ബ്രദേഴ്സ് ഗ്രോ അപ്പ്, ഗാഷിങ് വൺ ഫാമിലി ഇൻറ്റു മെനി സ്പ്ലിൻറ്റേഴ്സ്. ഇപ്പോൾ പല കുടുംബങ്ങളുണ്ടെങ്കിലും അമ്മ ഇവിടെ ഉണ്ട്, അതിനെപ്പറ്റിയൊന്നും തർക്കമില്ല. പക്ഷേ ഈ ബന്ധത്തിലൊക്കെ വരുന്ന വളരെ നനുത്ത മാറ്റങ്ങളെ എത്ര കൃത്യതയോടെ, എത്ര ഹൃദ്യതയോടെ, എത്ര സൂക്ഷ്മതയോടെ പകർത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്.
ഞാനങ്ങനെ ഓരോ കവിതയും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 50-ാമത്തെ കവിതയും 70-ാമത്തെ കവിതയും വായിക്കണമെന്ന് ഞാൻ മറക്കാതെ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 50-ാമത്തെ കവിത വായിക്കാം. പ്രേയേഴ്സ് വെർ ഗ്രാൻറ്റഡ് ബൈ ഗോഡ്, മെഡിസിൻസ് ഗിവൺ ബൈ ദ ഡോക്ടർ. ഇത് രണ്ടും ചെയ്യാൻ പറ്റും. ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സാധ്യമാക്കി തരും. പിന്നെ ഔഷധം കൊണ്ട് ഡോക്ടർമാർ നമ്മുടെ ചികിത്സയും പൂർത്തിയാക്കും. എന്നാൽ ആൻഡ് ബ്ലെസ്സിങ്സ് ബൈ മദർ, അമ്മയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ ഈ എല്ലാ കാര്യവും നടക്കൂ. ഡോക്ടറുടെ മരുന്ന് ഫലിക്കണമെങ്കിലും പിന്നെ ദൈവത്തിൻ്റെ പിന്നെ കൃപ ഫലിക്കണമെങ്കിലും ഒക്കെ തന്നെ അമ്മയുടെ അനുഗ്രഹം കൂടെ വേണം. ഈ എന്താണ്, ഗംഗയും യമുനയും ചേരുന്നിടത്ത് അദൃശ്യയായിട്ടുള്ള സരസ്വതി വന്ന് ചേരുന്നു എന്ന സങ്കല്പം പോലെ എല്ലാം നമുക്ക് ബാഹ്യമായ എല്ലാം മോടിയൊക്കെ ഒരുമിപ്പിച്ച് വയ്ക്കാമെങ്കിൽ പോലും അത് സിന്തസൈസ് ചെയ്യപ്പെടണമെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഇൻവിസിബിൾ ബ്ലെസ്സിങ് ബൈ ദ മദർ. ചില ഡോക്ടർമാർ പിന്നെ മരുന്ന് തന്നാൽ ഫലിക്കും, ചിലവ് തന്നാൽ അതേ മരുന്ന് തന്നാൽ ഫലിക്കില്ല. ഒരേ മരുന്നാണ് കേട്ടോ, ഒരേ രോഗവുമാണ്. ഒരു ഡോക്ടർ തന്നാൽ ഫലിക്കും, മറ്റേ ഡോക്ടർ തന്നാൽ ഫലിക്കില്ല. എന്ന് കൈപ്പുണ്യം എന്നാണ് നമ്മൾ നാടൻ ഭാഷയെ പറയുക. കൈപ്പുണ്യം എന്താ? ഈ കൈപ്പുണ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയില്ല. കൈപ്പുണ്യം ആമസോണിൽ ഓർഡർ ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല. കൈപ്പുണ്യം 1 കിലോ ഓഫ് കൈപ്പുണ്യം കനോട്ട് ബി പർച്ചേസ്ഡ്. കൈപ്പുണ്യം കംസ് ഫ്രം ദ ഹാർട്ട്. കൈപ്പുണ്യം കയ്യിലൂടെയാണ് പുണ്യം വരുന്നതെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഏതൊരു ഡോക്ടറാണോ എൻ്റെ ഈ മുമ്പിലുള്ള ഈ രോഗിക്ക്, ഈ എന്താണ് ജീവൻ മശായിയെ പോലെ എൻ്റെ മുമ്പിൽ വരുന്ന ഈ രോഗിക്ക് പ്രാർത്ഥനാപൂർവം ഇവൻ സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മരുന്നെടുത്ത് കൊടുത്തിട്ട് നീ ഇത് കഴിച്ചു നന്നാവുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൈപ്പുണ്യം സംഭവിക്കുന്നത്. ഇതേ മരുന്ന് ഡോക്ടർ ആ പൈസയും വാങ്ങിച്ച് ഇവിടെ പിന്നെ മേശയ്ക്കകത്തിട്ടിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ചിലപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞ് വിട്ടാൽ അവൻ ജന്മത്തിൽ ശരിയാവില്ല. ശരിയായില്ലെങ്കിൽ വരണം കേട്ടോ, കാരണം നീ ശരിയാവില്ല, ഇതിനേക്കാളും കൂടിയ മരുന്ന് ഞാൻ നിനക്ക് വച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 3 ദിവസം കഴിഞ്ഞ് വരണം കേട്ടോ, എങ്കിലല്ലേ എനിക്ക് ഫീസ് കിട്ടുമോ. അത് ആത്മകഥം, നാടകത്തിലെ പഴയ ആത്മകഥ ഉണ്ടല്ലോ, തിരിഞ്ഞു നിന്നിട്ട് പറയുന്നത് പോലെ. അവന് കൈപ്പുണ്യം ഉണ്ടാവില്ല, അവനൊരു പുണ്യം ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പുണ്യം ഉണ്ടാവില്ല. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഒരു ഔഷധം കൊടുത്തു കഴിയുമ്പോൾ പുണ്യമുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ എന്തെല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും അമ്മയുടെ ഒരു സ്നേഹത്തിൽ കുതിർന്ന അനുഗ്രഹം നമ്മൾ അറിയാതെ ഒരു അദൃശ്യ എന്താണ് ഒരു കവചമായി നമ്മളെ പൊതിയുന്നിടത്താണ് അമ്മ. എന്താണ് അമ്മയുടെ സ്നേഹം? അമ്മയ്ക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? അമ്മ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളെയും പോലെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ തന്നെയാണ് നമ്മുടെ അമ്മ. പക്ഷേ അമ്മയ്ക്കൊരു കുഞ്ഞിനോടുള്ള നിർവ്യാജമായ സ്നേഹത്തിൻ്റെ സാന്ദ്രതയിൽ അമ്മ ദേവതയായി മാറുന്നു എന്നുള്ളതാണ്. അമ്മയ്ക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവും, നമ്മളോട് കയർത്തിട്ടുണ്ടാവും, അയൽക്കാരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, ബന്ധുക്കളോട് അമ്മ പ്രശ്നങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും. അമ്മ ദേവത എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആണെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ആസ് എ പേഴ്സൺ ഷീ മേ ഹാവ് ഇൻഫോർമിറ്റീസ്. പക്ഷേ നമ്മളോടുള്ള ബന്ധത്തിൽ ആ ഇൻഫോർമിറ്റീസ് ഒന്നുമില്ല. തൻ്റെ കുഞ്ഞിനോട് ദേവതാതുല്യമായിട്ടുള്ള സ്നേഹസാന്ദ്രത മാത്രം കൊടുക്കുമ്പോഴാണ് അമ്മയുടെ സ്നേഹം അനുഗ്രഹമായി നമുക്ക് വരുന്നത്. തോതാവത്ത് ഈ അനുഗ്രഹം നെഞ്ചേറ്റു വാങ്ങിയ ആളാണ്, അത് അനുഭവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രധാന സന്ധിയിലും ആ അനുഗ്രഹം അനുഭവവേദ്യമാക്കിയിട്ടുള്ള ആളാണ് തോതാവത്തെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ 84 കവിതകൾ അമ്മയെപ്പറ്റി എഴുതാൻ തോതാവത്തിന് സാധിക്കുകയില്ല. 70-ാമത്തെ ഒരു കവിത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഉച്ചയ്ക്ക് സമയമായി, ഊണിൻ്റെ സമയമായി. പിന്നെ നോ ലോങ്കർ ഡസ് ദ സൺ എന്ന് പറഞ്ഞ മകൻ എന്നുള്ള അർത്ഥത്തിൽ, നോ ലോങ്കർ ഡസ് ദ സൺ celebrates Diwali with parents. That city of parents has become so distant. അച്ഛനമ്മമാരുടെ നഗരം അങ്ങ് വിദൂരമായി. ഇപ്പോൾ ദീപാവലി ആഘോഷിക്കാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്നും പോകാറില്ല, അമ്മയുടെ അടുത്ത് പോകാറില്ല. He has to clean up his own house. Son too has his own house. ഇപ്പം നമുക്ക് നമ്മുടെ സ്വന്തം വീടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല. അതൊരു മാനസികാവസ്ഥയാണ്. അത് തെറ്റോ ശരിയെന്നൊന്നും കവി പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്ന് നമ്മളോട് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥയില്ലേ എന്നൊരു ചോദ്യമാണ് ഈ ഒരു കൊച്ചു കവിതയിലൂടെ ഉന്നയിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ പണ്ട് ഇപ്പോൾ മലയാളികളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു? ഓണത്തിന് അച്ഛനും അമ്മയും കാണാൻ എല്ലാവരും പോകും, കോടി മുണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, ഓണം അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കുന്നു, അങ്ങനെ സന്തോഷമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരുന്നു. അവിടെയല്ല ഇപ്പോൾ താമസമെങ്കിൽ പോലും. ഇപ്പോൾ പതുക്കെ പോകാണ്ടായി, ഫോൺ വിളിയായി. പിന്നെ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ പിന്നെ ഫോണിൽ കാണുകയൊക്കെ ചെയ്യും, അല്ല ഇപ്പോഴും നമ്മുടെ ഫോണിലൊക്കെ കാണാം. അപ്പോൾ കൊച്ചുമക്കളൊക്കെ ബായ് അമ്മമ്മ എന്നൊക്കെ പറയുന്നു, വിഷു ഹാപ്പി ഓണം,
ബായ് എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അങ്ങോട്ട് പോകണ്ടില്ല, വണ്ടി ഓടിച്ചിട്ട് ഇത്രയും ദൂരമൊക്കെ പോകണ്ടേ മെനക്കേട്. ഭയങ്കര ട്രാഫിക് ജാമാണ് കേട്ടോ, ഭയങ്കര ട്രാഫിക് ജാമാണ്, അങ്ങോട്ടൊന്നും പോവില്ല. പിന്നെ വേണമെങ്കിൽ സദ്യയൊക്കെ വരുത്തി കൊടുക്കും കേട്ടോ, സ്വിഗ്ഗിയിൽ പറഞ്ഞാൽ സദ്യയൊക്കെ കൊണ്ടുവിടും. സ്നേഹത്തിന് ഒരു കുറവുമില്ല, സ്നേഹത്തിനൊരു കുറവുമില്ല. പക്ഷെ മെനക്കെടാൻ എന്നെ കിട്ടില്ല, അതാണ് എൻ്റെ വിഷയം. അത്രയേ ഉള്ളൂ. വളരെ പ്രായോഗിക ബുദ്ധിയുള്ള മലയാളി. അതുകൊണ്ടാണ് അമ്മമാരുടെ സ്നേഹത്തിന് കുറവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പിന്നെ പ്രയോജനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മയും അച്ഛനെയൊക്കെ നമ്മളവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഇതിനൊരു കർമ്മഗതിയുണ്ട്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം ഇരുന്ന് വയസ്സുകാലത്ത് ഊണ് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മകൻ്റെ ഒരു SMS അല്ലെങ്കിൽ വാട്സാപ്പോ വരും, വിഷ് യു ഹാപ്പി ഓണം, എൻജോയ് യുവർ സദ്യ, ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിയുമ്പോൾ ശരിയാണ്, എൻ്റെ അച്ഛനും എന്നെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം അല്ലേ എന്ന് ഇനി തിരിച്ചു കിട്ടാൻ വയ്യാത്ത തരത്തിൽ അകന്നുപോയ ചില പശ്ചാത്താപങ്ങളിൽ നമ്മൾ വീട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പശ്ചാത്താപം അനുഭവിക്കാത്ത തരത്തിൽ മനസ്സ് ഇത്തിരി കഠിനമായ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പിന്നെ സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. അങ്ങനെ എനിക്കിവിടെ മലയാളിക്ക് ഇപ്പോഴും സെൻസിറ്റിവിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പരക്കം പാച്ചലിൻ്റെ ഇടയിൽ ഇതൊക്കെ അങ്ങ് വിട്ടുപോകണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഹൃദയം കൊണ്ട് ഒരു ക്ഷുദ്രജീവിയൊന്നും അല്ല മലയാളി. പക്ഷേ പ്രായോഗിക ബുദ്ധിയാണ് കൂടുതൽ, അതാണ് വിഷയം. പിന്നെ ഇപ്പോൾ ഇത്തിരി പണം ഉണ്ടാക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ വേണം. അമ്മയുടെ അടുത്ത് പോയാൽ ബാത്ത് അറ്റാച്ച്ഡ് മുറിയില്ല അമ്മയുടെ പഴയ വീട്ടിൽ ഒക്കെ ഉണ്ടല്ലോ. വി ആർ യൂസ് ടു സർട്ടൻ കംഫർട്ട്സ്. അതിനകത്ത് തെറ്റുണ്ടോ? ഒന്നുമില്ല. പക്ഷേ വൈകാരികമായൊരു ജീവിതത്തിൻ്റെ സത്യം എത്ര ഭൗതികമായിട്ടുള്ള ജീവിത സുഖങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന ഏറ്റവും വലിയൊരു പാഠം തന്നെയാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. തലയെത്ര ഉയർന്നാലും തറയിൽ കാൽ ഉറയ്ക്കണം എന്ന് പണ്ട് ഉള്ളൂരിൻ്റെ ഒരു കവിതയുണ്ടല്ലോ. തല എത്ര ഉയർന്നാലും തറയിൽ കാലും ഇല്ലെങ്കിൽ തല കുത്തനെ വീഴും. അതാണ് തല കുത്തനെ എന്ന് പറയുന്നത്. അത് തറയിൽ കാലുറച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് തല കുത്തനെ വീഴുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തല എത്ര ഉയർന്നാലും തറയിൽ കാൽ ഉറയ്ക്കണം. നമ്മൾ എത്രയൊക്കെ വളർന്നാലും, എത്ര വലിയ ആളായാലും, സമൂഹത്തിൽ എത്ര മാന്യത കിട്ടിയാലും, എത്ര ശമ്പളം കിട്ടിയാലും, എത്ര സമ്പന്നനായാലും, നമ്മളെ ഈ പിന്നെ എടുത്ത് വളർത്തി പെറ്റു വളർത്തി കാലുറപ്പിച്ച് കൈയുറപ്പിച്ച് അങ്ങനെയുള്ള ഒരു സ്നേഹത്തെ മറക്കാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന് തന്നെയാണ് ഈ ധോതാവത്തിന്. ഇത്ര 60 വയസ്സായില്ലല്ലോ, 58 58 വയസ്സായ ഒരു കുഞ്ഞ് 58 വയസ്സായ ഒരു കുഞ്ഞ് അമ്മയുടെ ഒക്കത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ സ്മരണകളുടെ ഒക്കത്തിരിക്കുന്ന ഒരു കവിയാണ് ധോതാവത്ത്. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കവിത എഴുതപ്പെട്ടത് എന്നെനിക്ക് തോന്നുന്നു. വൃദ്ധസദനങ്ങളിൽ എങ്ങനെ അമ്മയെ കൊണ്ട് ആക്കിക്കളയാം എന്ന് വിചാരിക്കുന്ന അച്ഛനെയാണ് ആദ്യം തള്ളുക കേട്ടോ. അമ്മയെ കുറച്ചുകൂടെ ടോളറേറ്റ് ചെയ്യും. മൂപ്പിലമാരെയാണ് ആദ്യം ഡിസ്പോസ് ചെയ്യുന്നത്. എന്നാൽ വലിയ ശല്യമാണ്. അമ്മമാർ കുറച്ചുകൂടെ അക്കോമഡേറ്റ് ചെയ്യും. നിവൃത്തിയില്ലാത്തപ്പോഴേ കൊണ്ട് തള്ളാറുള്ളൂ. എന്നാലും തള്ളുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ഇത്തിരി യൂട്ടിലിറ്റി ഉണ്ട് കേട്ടോ. ഇത്തിരി അത്യാവശ്യമൊക്കെ അടുക്കളയൊക്കെ മാനേജ് ചെയ്യും. ഈ തന്തപ്പടിയെ കൊണ്ട് വല്ല പ്രയോജനമുണ്ട്, ശല്യമല്ലാതെ. മാത്രമല്ല വയസ്സായി വരുംതോറും ഇയാൾക്ക് ആവശ്യമില്ലാത്ത നിർബന്ധങ്ങളും ദേഷ്യങ്ങളും മുൻചുണ്ടിയും തട്ട് അവിടെ കൊണ്ടിടും. നല്ല 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളതാണ് അപ്പച്ച എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടാക്കി മാസമൊക്കെ വിളിക്കുക. നമ്മുടെ അച്ഛനെ പറ്റി ആരും അങ്ങനെ കവിത എഴുതാറുമില്ല കേട്ടോ. അച്ഛന്മാരവിടെയും നഷ്ടമാണ്. മാ എന്ന് പറഞ്ഞ പോലെ പാ എന്ന് പറഞ്ഞിട്ട് ആരും എഴുതാറില്ല. പാവങ്ങളെ പറ്റി ആരും എഴുതാറില്ല. വയലാറും കവിത എഴുതിയില്ല. അതുകൊണ്ട് ആരെങ്കിലും എഴുതണം. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡയമെൻഷനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതിൻ്റെ വൈകാരിക ഡയമെൻഷനെ പറ്റി പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലൂടെ നമ്മൾ അതിസൂക്ഷ്മമായിട്ട് പോകുമ്പോൾ ചിലതൊക്കെ എക്സാജറേഷനാണെന്ന് തോന്നിയേക്കാം ചിലതൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ നീതീകരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് ഡയമെൻഷൻ ഓഫ് ദ ബുക്ക് അമ്മ എന്ന് പറയുന്ന ആശയത്തെ ഒരു ഡിവിനിറ്റിയുടെ, ഒരു ദിവ്യത്വത്തിൻ്റെ തലത്തിലേക്ക് ഇവിടെ ധോതാവത്ത് ഉയർത്തിയിരിക്കുകയാണ്. അത് സ്വന്തം അമ്മയെ ദേവതയാക്കി എന്നുള്ളതല്ല, മാതൃത്വം എന്ന് പറയുന്ന സങ്കല്പത്തിലെ ദിവ്യത്വത്തെയാണ് ഈ കവിതകൾ അവതരിപ്പിക്കുന്നത്. മദർഹുഡ് ഈസ് നത്തിങ് ബട്ട് ഡിവിനിറ്റി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഹിന്ദു പുരാണത്തിലും ഒക്കെ ഈ ലളിതാ സഹസ്രനാമത്തിലുമൊക്കെ തന്നെ പിന്നെ ദേവി ഭാഗവതത്തിലുമൊക്കെ തന്നെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത.
ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്, ആദി പരാശക്തി എന്നൊക്കെ പറയുന്നതിൽ ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, അതാണ് വയലാറും പറയുന്നത്. ഈ ദൈവത്തിനൊരു അമ്മയില്ലെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ പ്രൈമോഡിയൽ സോഴ്സ് ഓഫ് എക്സിസ്റ്റൻസ്? അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മുടെയും അമ്മ. അമ്മ നമുക്ക് ജന്മം തരുന്നു എന്നുള്ളത് എങ്ങനെയാണോ ഈ പ്രപഞ്ചം ഒരു വിശ്വമാതാവിൽ നിന്ന് എങ്ങനെ ജനിച്ചുവോ അതേപോലെ അതിൻ്റെ ഒരു മൈക്രോകോസം തന്നെയാണ് നമുക്കും ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി അമ്മയിലൂടെ ഈ സന്തതി പരമ്പരകൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തിലേക്ക് കൂടി പോകുമ്പോൾ വാട്ട് മദർ ഡസ് ഈസ് നത്തിങ് ബട്ട് എ റെപ്പിറ്റേഷൻ ഓഫ് ദ സ്പിരിച്വൽ പ്രോസസ് ഓഫ് റീജനറേഷൻ. ആൻഡ് ഈ നമ്മുടെ ജീവനെ ഇങ്ങനെ പെർപ്പച്വേറ്റ് ചെയ്യുന്ന ജീവൻ്റെ ഏറ്റവും വലിയ ഉദാത്തതയുടെ പ്രതീകമായി അമ്മ മാറുകയാണ്. ഇപ്പോൾ അമ്മയും മക്കളുമായിട്ട് വഴക്കുള്ള പല സ്ഥലങ്ങളുണ്ട്. അവരോട് കൂടി ഞാൻ പറയുന്നത്, അമ്മയോട് നിങ്ങൾ വഴക്കൊക്കെ അടിച്ചോ, പക്ഷേ അമ്മത്വം എന്ന് പറയുന്ന, മാതൃത്വം എന്ന് പറയുന്നതിനെ എൻ്റെ ഭാര്യയും അവളുടെ അമ്മയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉടക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ്. അപ്പോൾ പറയും അമ്മയെപ്പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നാണ് ഓരോ ഗുരുക്കന്മാർ പറയുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, അമ്മയുടെ പ്രവൃത്തിയെ വിമർശിക്കാം, അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ കുഴപ്പങ്ങളെയൊക്കെ വിമർശിക്കാം, പക്ഷേ മാതൃത്വത്തെ വിമർശിക്കരുതെന്നേ ഗുരുക്കന്മാർ പറയുന്നുള്ളൂ എന്ന് ഞാൻ കൂടെ ഇങ്ങനെ ഉപദേശം കൊടുക്കും. എന്ന് പറയുന്നത് പോലെ അവർ മദർ ആസ് എ പേഴ്സൺ മേ ഹാവ് ഹെർ ഓൺ പ്രോബ്ലംസ് ആൻഡ് ഫ്രെയിലിറ്റീസ്, പക്ഷേ മാതൃത്വം, അമ്മ നമുക്ക് ജന്മം തന്നു എന്ന് പറയുന്ന ആ ഒരൊറ്റ പ്രവൃത്തി, നമ്മളെ താലോലിച്ച് വളർത്തി എന്നുള്ള ആ ഒരു പ്രവൃത്തി എന്നുള്ളത് ഇറ്റ് ഈസ് ആസ് ഡിവൈൻ ആസ് ഗോഡ്സ് ക്രിയേഷൻ ഓഫ് ദിസ് എൻറ്റയർ കോസ്മോസ് എന്ന് പറയുന്നത് പോലെ ഒരു ആദിപരാശക്തി അല്ലെങ്കിൽ യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞ് ആദിപരാശക്തിയെ നമ്മൾ വന്ദിക്കുന്നത് പോലെ തന്നെയുള്ള ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്താൻ, മാതൃത്വത്തെ അവിടെ പ്രതിഷ്ഠിക്കാൻ ധോതാപത്തിൻ്റെ കവിതകൾ കൊണ്ട് സാധിച്ചിരിക്കുന്നു. മാതൃത്വത്തെപ്പറ്റി ഇത്ര ഉദാത്തവും ഉദാരവും ദിവ്യവുമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർത്തുന്ന കവിതകൾ മലയാളത്തിൽ വേറെ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിൽ കുറച്ച് മാറ്റർ ഓഫ് ഫാക്റ്റാണ് പല കാര്യങ്ങൾ. ഇത്രയും ഒരു സെൻറ്റിമെൻ്റൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള കവിതകൾ മലയാളത്തിൽ വളരെ കുറവാണ്. ബാലാമണി അമ്മയെ പോലെയൊക്കെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയേറെ ഭാവതീക്ഷ്ണതയോടുകൂടി ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് ഉയരുന്ന മാതൃത്വത്തെപ്പറ്റിയുള്ള മഹനീയമായ കവിതകൾ എഴുതാൻ ധോതാപത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഹൃദയ നൈർമല്യം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു മാതൃത്വത്തെപ്പറ്റിയുള്ള സങ്കല്പം വെറും ഗൃഹാതുരത്വം മാത്രമല്ല, ആ സങ്കല്പത്തെ അദ്ദേഹം ഉപാസിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വളരാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു. തൻ്റെ സകല ഉയർച്ചകൾക്കും തൻ്റെ സമസ്ത സുഖങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ജീവിതത്തെ നേരിടുന്ന ധോതാപത്തിന് അദ്ദേഹത്തിൻ്റെ കാവ്യപാതയിൽ തന്നെ വീണ്ടും വീണ്ടും ഒരുപാട് ഉയർന്നു പോകാനും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കാനും അമ്മയുടെ ഈ സ്നേഹ വാത്സല്യ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്നിവിടെ ഇത്രയും പേര് വന്നത് തന്നെ ഏതോ അദൃശ്യമായിട്ടുള്ളൊരു അനുഗ്രഹം കൊണ്ടാണല്ലോ. ഇല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് ഇത്രയും പേര് കവിത കേൾക്കാൻ വരുമോ? കവിത കേൾക്കാനല്ലോ, കവിതയെ പറ്റിയുള്ള ചർച്ച ആരെങ്കിലും വരും. അപ്പോൾ ഇതൊക്കെ സം ഇൻവിസിബിൾ ഫോഴ്സസ്. അതാണ് ഞാൻ എൻ്റെ പാട്ടിലും പറഞ്ഞത്. എന്താണ്, മണ്ണിൻ്റെ പ്രാർത്ഥന ലാവണ്യമായി വിണ്ണിൻ്റെ ആശംസയായി. ഇത് രണ്ടും വേണം കേട്ടോ. മണ്ണിൻ്റെ പ്രാർത്ഥന മാത്രം പോരാ, വിണ്ണിൻ്റെ ഒരു ആശംസ കൂടെ ഉണ്ടെങ്കിലേ ഇതെല്ലാം നടക്കുകയുള്ളൂ. കാരണം എന്താണ്, വയൽത്തുള്ളി മഞ്ഞുതുള്ളി ഇങ്ങനെ ഒരു ഡയമണ്ടായിട്ട് രൂപപ്പെടണമെങ്കിൽ ആകാശത്തുനിന്ന് സൂര്യൻ കൂടി അതിനകത്ത് പ്രവേശിക്കണ്ടേ. അല്ലാതെ മഞ്ഞുതുള്ളി മാത്രം വെച്ചുകൊണ്ടിരുന്ന മഞ്ഞുതുള്ളിയായിട്ടിരിക്കുകയുള്ളൂ. അതിനൊരു രത്നമാക്കണമെങ്കിൽ സൂര്യപ്രകാശം ആകാശത്തു നിന്ന് വന്ന് കൃത്യമായ ആംഗിളിൽ അതിൽ പ്രവേശിക്കണം. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മുടെ നോട്ടമൊക്കെ കറക്റ്റ് ആംഗിളിലാണെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിണ്ണിൻ്റെ ആശംസ എപ്പോഴും വരും. അത് അമ്മയുടെ സ്നേഹമായി വരും, ദൈവത്തിൻ്റെ സ്നേഹമായി വരും, പ്രകൃതിയുടെ ആശംസയായി വരും. എങ്ങനെയാണെങ്കിലും ശരി, ഈ അദൃശ്യതയുടെ അനുഗ്രഹത്തിൽ വിശ്വസിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിലെ കവിത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ യുക്തിവാദികൾക്ക് കവിത എഴുതാൻ സാധിക്കാത്തത് കേട്ടോ. ഏതെങ്കിലും യുക്തിവാദി കവിത എഴുതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം അവന് ജീവിതത്തിൻ്റെ അദൃശ്യതയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധ്യമല്ല. അവനെല്ലാത്തിനും വിശദീകരണം വേണം. ദെയർഫോർ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദിസ്. ദെയർഫോർ വെച്ച് കവിത എഴുതാൻ സാധ്യമല്ല. ദെയർഫോറിന് പ്രാപ്യമല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് കവിത വരുന്നത്. അതുകൊണ്ട് അദൃശ്യതയുടെ സൗന്ദര്യം, അനുഗ്രഹത്തിൻ്റെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് സാധാരണ ഒരു മനുഷ്യൻ കവിതയാകുന്നത്. അങ്ങനെ ഒരു കവിയായി തീർന്ന ധോതാപത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കാവ്യാസ്വാദനത്തിന് വേണ്ടി ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും ഊണും ഉറക്കവും എന്നൊക്കെ പറയുന്നത് പോലെ അതെല്ലാം ഉപേക്ഷിച്ച് ഉണ്ണേണ്ട സമയത്ത് ഇവിടെ വന്ന് ഇരുന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. I think I will read out few poems.
ആദ്യത്തെ ഇതിൻ്റെ ഒരു കവിത ആണ് कि वो दुआओं का टीका, दो घूंट मीठा दही, हर इम्तिहान में आज तक काम आ रहा वही. Then this is second poem ഇങ്ങനെയാണ് कि एक बार ही मुस्कुराई थी वो तेरे रोने पर, एक बार ही मुस्कुराई थी वो तेरे रोने पर, वरना तेरे हर दर्द पर उसकी आंख में आंसू थे. हाँ. Then कि जब भी गुस्सा हुई बापू का डर दिखाया माने, जब भी गुस्सा हुई बापू का डर दिखाया माने, मौका डांट का आने पर अपने आंचल में छुपाया माने, मौका डांट का आने पर अपने आंचल में छुपाया माने. പിന്നെ कि आई थिंक और प्रेमचंद्र कविता ने सारांशമാണ് कि ये मेला दुनिया का सभी के लिए एक सा नहीं होता, ये मेला दुनिया का सभी के लिए एक सा नहीं होता, हर दादी की किस्मत में पोता हामिद सा नहीं होता. Like that story depicts the relationship between grandparents and grandkids. I think today at times we can see parents and children somewhere outside in mall, in some park and movie, but sitting together or moving together of these grandparents and grandkids is becoming a very rare scene. So I think in this book most of the time this emotional aspect, as Jayakumar sir has pointed out, so that is touched somehow. That was not my intention when I had written, but after compilation it has come out like this. Then പിന്നെ വേറെ ഒരു ആണ് कि like when we grow up तो कि ना याद आती है वो उंगलियां, ना याद आती है वो गोद, ना याद आती है वो उंगलियां, ना याद आती है वो गोद, अबोध एक बार फिर हो गया है अबोध. So here two types of abodh, one naturally abodh, second time कुरुचोरु crafty, that kind of abodh. പിന്നെ വേറെ ഒന്നു कि बच्चों की खातिर बुढ़ापा एक बार फिर चला गया, बच्चों की खातिर बुढ़ापा एक बार फिर चला गया, deceived for the sake of kids, बच्चा इतना काबिल हुआ बहुत दूर चला गया. तो ഇവിടെ डिस्टेंस रन ആണ്, फिजिकल डिस्टेंस एंड इमोशनल और साइकोलॉजिकल डिस्टेंस. और तो बच्चों की खातिर बुढ़ापा एक बार फिर चला गया, बच्चा इतना काबिल हुआ बहुत दूर चला गया. പിന്നെ ഒരു വേറെ ഇപ്പോഴും പോകുന്ന സംഗതി, നടക്കുന്ന സംഗതി कि एक कोने में गुजर जाएगा बुढ़ापा, एक कोने में गुजर जाएगा बुढ़ापा, बच्चों को कितना भरम हो जाता है, बूढ़े माँ बाप होते हैं बच्चों को दिखना कम हो जाता है. आई थिंक ഇത് മനസ്സിലായി കാണും. പിന്നെ कि गांव ही अच्छा था क्यों शहर बस गया, गांव ही अच्छा था क्यों शहर बस गया, एक ही शहर में बेटा दूर बस गया. പിന്നെ ഒരു അവസാനം ഐ തിങ്ക് ഐ വിൽ എൻഡ് ദിസ് തിങ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏറ്റവും ഒരു ട്രൂത്ത് തന്നെയാണ് कि रोशनी में जगमगाता है उसका बंगला. हियर आई हैव ट्राइड टू कवर होली दिवाली बहुत, कि रोशनी में जगमगाता है उसका बंगला, अब वो बूढ़े अंधेरे से नहीं मिलता. रोशनी में जगमगाता है उसका बंगला, अब वो बूढ़े अंधेरे से नहीं मिलता, न जाने किस रंग में रंग गया है बेटा, अब वो होली पर भी नहीं दिखता. സോ ഇങ്ങനെ പോലെ കുറച്ച് കവിതകളാണ്. तो with this recitation I will sum up or I will conclude. And once again from bottom of my heart I thank you everybody who are present here. And my special thanks to Jayakumar sir, who has been encouraging me from my service days. I was in under him in Government of India also, and here naturally I was with him. And many thanks to Mr. Prince also. Many thanks to Speaker sir, who has given me this Speaker of our Kerala Legislative Assembly, and to Kerala Legislative Assembly also, to their all officials and media persons who are present here. And once again thanks to everybody. Thank you very much. Nandi, namaskar. Sir,
Professor Jayachandran sir, he has volunteered. Professor